ഗുഡ് മോർണിംഗ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡി എസ് എസിൻ്റെ കോമ്പോണൻസ് ആണ്. ഡി എസ് എസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നതിന് കണ്ടിന്യൂഷനാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്തതും ഡി എസ് എസിൻ്റെ സ്റ്റാർട്ടിംഗ് ആയിരുന്നു. ഇന്ന് നമ്മൾ മേജറായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡി എസ് എസിൻ്റെ കോമ്പോണൻസ്. ഡി എസ് എസ് എന്നുള്ള സെക്ഷന് ഇന്ന് നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. ആദ്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഡി എസ് എസിന് മെയിൻലി 4 കോമ്പോണൻ്റാണുള്ളത്. ഒന്നാമത്തത് ഡേറ്റാബേസ്, രണ്ടാമത്തത് മോഡൽ ബേസ്, മൂന്നാമത്തത് ഡി എസ് എസ് സോഫ്റ്റ്വെയർ, നാലാമത്തത് പീപ്പിൾ റിസോഴ്സ്. ഈ 4 ഫാക്ടറാണ് ഒരു ഡി എസ് എസിൻ്റെ കോമ്പോണൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അത് ഏതൊക്കെയാണ് നമ്മളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. ആദ്യമായിട്ട് പറയുന്നത് ഡാറ്റാബേസ് ആണ്. ആൻ ഇമ്പോർട്ടൻറ്റ് എയിം ഓഫ് ഡി എസ് എസ് ഇസ് സെൻട്രലൈസ്ഡ് ഓൾ ദി ഡാറ്റ ഇൻ പ്രോപ്പർ ഫോം ആൻഡ് ഇൻ സഫിഷ്യൻറ്റ് ഡീറ്റെയിൽസ് സോ ദാറ്റ്സ് ആക്സസിബിൾ ഫോർ ഡിസിഷൻ മേക്കേഴ്സ്. നമുക്കറിയാം ഡി എസ് എസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാനേജ്മെൻറ്റിന് ഡിസിഷൻ മേക്കിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൂളാണ്. അത് മേജറായിട്ട് ഉപയോഗിക്കുന്നത് മിഡിൽ ലെവലും ടോപ്പ് ലെവലും ഉള്ള മാനേജേഴ്സാണ് ഡി എസ് എസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഡി എസ് എസ് എന്നതിന് ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഡാറ്റാബേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ഡാറ്റയും പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ അതെല്ലാം സ്വീകരിച്ച് വെച്ചിട്ട് മാനേജ്മെൻറ്റിന് ഡിസിഷൻ മേക്കിങ്ങിന് എപ്പോഴാണോ ആ ഡാറ്റ ആവശ്യമുള്ളത് ആ സമയത്ത് അത് അവരെ മുന്നിൽ പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ ഡാറ്റ കളക്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് സോഴ്സസ് ഉണ്ട്. ഇൻറ്റേർണൽ സോഴ്സസ് ഉണ്ടാവും, അതുപോലെ എക്സ്റ്റേണൽ സോഴ്സസ് ഉണ്ടാവും. ഏതാണെന്നുണ്ടെങ്കിലും 2 രീതിയിലുള്ള സോഴ്സ് ഉപയോഗിച്ചിട്ടു. ഇൻറ്റേർണൽ സോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർഗനൈസേഷൻ്റെ ഡാറ്റയാണ്. അത് വേണമെന്നുണ്ടെങ്കിൽ വല്ല സെയിൽ നടന്നതോ റെസിപ്റ്റോ ബില്ലോ ഇൻവോയ്സോ വൗച്ചറുകളോ ഏതെങ്കിലും ആവാം. എന്നാൽ എക്സ്റ്റേണൽ സോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ കമ്പനിക്ക് പുറത്തുള്ള സെയിം എലമെൻറ്റിനെ കുറിച്ച് പഠിക്കാൻ നമ്മൾ ഇൻ്റർനെറ്റിൽ നിന്നൊക്കെ ഡാറ്റ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ, ആ ഇൻഫർമേഷൻ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എന്താണ് എക്സ്റ്റേണൽ സോഴ്സാണ്. അപ്പോൾ ഈ 2 രീതിയിലും ഡാറ്റ സ്വീകരിച്ചിട്ട് ഒരു കോമൺ പ്ലാറ്റ്ഫോമിൽ സ്വീകരിച്ച് വെക്കുക. അതിനെ പറയുന്ന പേരാണത് ഡാറ്റാബേസ്. നമ്മൾ പറയുന്ന രണ്ടാമത്തെ കോമ്പോണൻ്റാണ് മോഡൽ ബേസ്. ഡിസിഷൻ മേക്കിങ്ങിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ടൈപ്സ് ഓഫ് മാത്തമാറ്റിക്കൽ ആൻഡ് അനലിറ്റിക്കൽ മോഡൽസ് ടെക്നിക്സൊക്കെ ഈ ഡി എസ് എസിൻ്റെ ഒരു പ്രത്യേകതയാണ്. അങ്ങനെ ഒരു പ്രീ പ്ലാൻഡ് ആയിട്ട് അതിനുള്ളിൽ ചെയ്തു വെച്ചിട്ടുണ്ടാവും. അപ്പോൾ മാനേജ്മെൻറ്റിന് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഒരു വ്യക്തമായ ഒരു പ്ലാനിങ് ഉണ്ട്, അതായത് ഒരു മോഡലുണ്ട്. ആ മോഡൽക്ക് അങ്ങോട്ട് ആ പ്രോബ്ലം ഇട്ട് കൊടുത്താൽ അതിൻ്റെ സൊല്യൂഷനായിട്ട് നമുക്ക് വേണ്ടി തിരിച്ചു വരും. ജസ്റ്റ് ഒരു എക്സാമ്പിൾ, നമ്മളെ കമ്പനിയിൽ വല്ല പർച്ചേസോ സെയിലോ നടന്നു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് രേഖപ്പെടുത്തുക എന്നുണ്ടെങ്കിൽ അതിനുള്ളിൽ പ്രീ പ്ലാൻഡ് ആയിട്ട് ഒരുപാട് മോഡൽസ് ചെയ്തു വെച്ചിട്ടുണ്ടാകും. ആ മോഡൽസിൻ്റെ ബേസിൽ എന്ത് ചെയ്യും, നമുക്ക് അതിനുള്ള റിസൾട്ട് കിട്ടും. ഇനി മൂന്നാമത്തെ പറയുന്നതിന് മുന്നേ ഒരു പിക്ചറാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഈ പിക്ചർ രൂപത്തിലാണ് കോമ്പണൻസ് ഓഫ് ഡി എസ് എസ് വർക്ക് ചെയ്യാൻ പോകുന്നത്. എങ്ങനെയാണ് ഡി എസ് എസ് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് കാണിക്കുന്നത്. ശ്രദ്ധിക്കുക. ഡാറ്റാബേസ് 2 രീതിയിലുണ്ട്. ടി പി എസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ് സിസ്റ്റം. നമ്മൾ ലോവർ ലെവൽ മാനേജ്മെൻറ്റിനെ ഡിസിഷൻസ് എടുക്കാൻ സഹായിക്കുന്ന ഒരു MIS ആണ് എന്ത് ടി പി എസ്. അവർ ഉപയോഗിക്കുന്നതാണ് ഇൻറ്റേർണൽ സോഴ്സ് ഓഫ് ഡാറ്റ. ഇൻറ്റേർണലായിട്ട് നമുക്ക് കിട്ടുന്ന വിവരങ്ങളാണ് എന്ത് ടി പി എസിലുണ്ടാവുക. പ്ലസ് എക്സ്റ്റേണൽ സോഴ്സും കൂടി ഡാറ്റ കളക്ട് ചെയ്ത് ഡി എസ് എസിൻ്റെ ഡാറ്റാബേസിൽ സൂക്ഷിച്ചു വെക്കും. അതിൻ്റെ ശേഷം അതാണ് ആ റൗണ്ടിൽ കാണുന്ന സെൻറ്റർ ഭാഗം. അതിന് ശേഷം അത് നേരെ ഡി എസ് എസ് സോഫ്റ്റ്വെയർക്ക് വിട്ടിട്ട് ആ ഡി എസ് എസ് സോഫ്റ്റ്വെയറിൽ അപ്പോൾ നമ്മൾ പറഞ്ഞതാണെന്നുണ്ടെങ്കിൽ സെൻറ്റർ ഭാഗത്തിലെ ഡി എസ് എസിൻ്റെ സെൻറ്ററിൽ വരും. ഇൻറ്റേർണൽ എക്സ്റ്റേണൽ സോഴ്സ് എടുത്തിട്ട് ഡി എസ് എസിൻ്റെ ഡാറ്റാബേസിൽ വെച്ചിട്ട് ഡി എസ് എസ് സോഫ്റ്റ്വെയർ വെച്ചിട്ട് അതിൽ ഒരുപാട് ടൂൾസും കാര്യങ്ങളും ഉണ്ട്. OLAP, അതേമാതിരി ഡാറ്റ മൈനിങ് ടൂൾസ്. ഈ ടൂൾസൊക്കെ ഉപയോഗിച്ചിട്ട് അതിനെ അനലൈസ് ചെയ്യും. എന്നിട്ട് ആരാണോ യൂസർ അവർക്കത് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും. ഇതാണ് ഡി എസ് എസ് വർക്ക് ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഈ ഡി എസ് എസ് സോഫ്റ്റ്വെയറിൻ്റെ ഉള്ളിൽ, ഡി എസ് എസ് സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ ഒരുപാട് മോഡൽസ് ഉണ്ട്. വല്ല കമ്പനിയിൽ വല്ല പ്രോബ്ലംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എളുപ്പം സോൾവ് ചെയ്യണ ഒരുപാട് ടൈപ്സ് ഓഫ് മോഡൽസ് ഉണ്ട്. അത് ഡി എസ് എസിൻ്റെ ഒരു പ്രത്യേകതയാണ്. മൂന്നാമത്തെ ഡി എസ് എസിൻ്റെ കോമ്പണൻറ്റ് നോക്കാം. ഡി എസ് എസ് സോഫ്റ്റ്വെയർ. ഡി എസ് എസ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ അനദർ ഇമ്പോർട്ടൻറ്റ് കോമ്പണൻറ്റ് ഓഫ് ഡി എസ് എസ് സോഫ്റ്റ്വെയർ. ഡി എസ് എസ് സോഫ്റ്റ്വെയർ പാക്കേജസ് ആർ കോൾഡ് ഡി എസ് എസ് ജനറേറ്റേഴ്സ്. ഡി എസ് എസ് സോഫ്റ്റ്വെയർ സിസ്റ്റം, ഡി എസ് എസ് ജനറേറ്റർ എന്നാണ് ഡി എസ് എസ് സോഫ്റ്റ്വെയർ പാക്കേജിനെ പറയൽ. ഡി എസ് എസ് software system contain a software tool that used for data analysis. It consists of various mathematical and analytical models that used to analyze the complex data.
ഡി എസ് എസ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഡി എസ് എസ് സോഫ്റ്റ്വെയർ പാക്കേജിനെ പറയുന്ന പേരാണ് ഡി എസ് എസ് ജനറേറ്റർ എന്ന് പറയുന്നത്. ഈ ഡി എസ് എസ് ജനറേറ്റർ ഉപയോഗിച്ചിട്ടാണ് അതിനുള്ളിൽ ഒരുപാട് മാത്തമാറ്റിക്കൽ അനലിറ്റിക്കൽ ടൂൾസ്, മോഡൽസ്, കാര്യങ്ങളെല്ലാം ഉണ്ട്. അത് ഉപയോഗിച്ചിട്ടാണ് ഈ ഡിസിഷൻ മേക്കിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്നത്. ആൻഡ് ദ ലാസ്റ്റ് വൺ, ദാറ്റ്സ് എ പീപ്പിൾ റിസോഴ്സ്. ആരാണ് യൂസർ ഉപയോഗിക്കുന്ന, ആരാണോ ഡി എസ് എസ് ഉപയോഗിക്കുന്ന, ആരാണോ മാനേജേഴ്സ്, എക്സിക്യൂട്ടീവ്സ്, അവരെയാണ് എന്ത് ചെയ്യുക ഈ യൂസേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. Decision support system are generally utilized by managers and executives who want to take a decision on a critical matter. However, managers may not be competent enough to develop such complicated system. They generally seek the help of experts and information specialists to develop and design a suitable hardware and software system suited for the implementation of DSS. വളരെ സിമ്പിളാണ്. മാനേജേഴ്സിന് ചില സമയത്ത് അവർ ഒറ്റയ്ക്ക് തീരുമാനങ്ങൾ എടുക്കാൻ കഴിയില്ല. വലിയ കോംപ്ലിക്കേറ്റഡ് ഡിസിഷൻസ് ആണെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഡി എസ് എസിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് എന്ത് ചെയ്യുക ഉപയോഗിക്കുക. ഇതാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്ന ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് ഡി എസ് എസിൻ്റെ 4 കോമ്പോണൻസ് ആണ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഫങ്ഷൻസ് ഓഫ് ഡി എസ് എസ്, ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റത്തിൻ്റെ ഫങ്ഷനുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 3 ഫങ്ഷനാണ് ആകെയുള്ളത്. ഒന്നാമത്തെ ഫങ്ഷൻ ക്വിക്ക് റെസ്പോൺസ്, രണ്ടാമത്തെ ഫങ്ഷൻ മോണിറ്റർ ആൻഡ് കൺട്രോൾ ഫങ്ഷൻ, മൂന്നാമത്തത് ദ തേർഡ് വൺ യൂസർ ഇൻ്റർഫേസ്. ക്വിക്ക് റെസ്പോൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഡി എസ് എസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റമാണ്. മാനേജ്മെൻറ്റിന് ഡിസിഷൻ മേക്കിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന സിസ്റ്റമാണ്. വളരെ എളുപ്പത്തിൽ മാനേജേഴ്സ് വന്നിട്ട് നമ്മളോട് ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ക്വിക്കായിട്ട് അതിനുള്ള ആൻസേഴ്സ്, ക്വസ്റ്റ്യനുള്ള ആൻസേഴ്സ് മാനേജേഴ്സിന് പ്രൊവൈഡ് ചെയ്യണം. അതാണ് ഡി എസ് എസിൻ്റെ ഫസ്റ്റ് ഫങ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്വിക്ക് റെസ്പോൺസ് ആയിരിക്കണം. രണ്ടാമത്തെ മോണിറ്റർ ആൻഡ് കൺട്രോൾ ഫങ്ഷൻ, അതായത് കമ്പനിയിൽ നടക്കുന്ന വേരിയസ് ആക്ടിവിറ്റീസ് കാര്യങ്ങളെല്ലാം മോണിറ്റർ ചെയ്യണം. ഫങ്ഷണൽ ആക്ടിവിറ്റി കമ്പനിയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും മോണിറ്റർ ചെയ്തിട്ട് അതെല്ലാം കൺട്രോൾ ചെയ്യുകയും വേണം. അതെല്ലാം അനലൈസ് ചെയ്ത് അതിൻ്റെ ഡാറ്റയും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക സൂക്ഷിച്ച് വെക്കണം. സെയിൽ നടന്നാലും പർച്ചേസ് നടന്നാലും അതൊക്കെ സൂക്ഷിച്ച് വെക്കുക എന്നുള്ളതാണ് ഡി എസ് എസിൻ്റെ ഒരു ഫങ്ഷൻ. എപ്പോഴാണോ ഇത് ആവശ്യമുള്ളത് ആ സമയത്ത് അത് മറ്റുള്ളവർക്ക് യൂസർക്ക് എന്ത് ചെയ്യണം പ്രൊവൈഡ് ചെയ്യണം. തേർഡ് വൺ യൂസർ ഇൻ്റർഫേസ്. മാനേജേഴ്സ് ക്യാൻ കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ കമ്പ്യൂട്ടർ ത്രൂ ദ ടെർമിനൽ. He can give commands to computer in a simple English-like language to get required data and the model kept in the database model. വളരെ സിമ്പിളാണ്. മൂന്നാമത് പറയുന്ന അവർ ഫംഗ്ഷൻ ഡി എസ് എസിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് യൂസർ ഇൻ്റർഫേസ്. മാനേജേഴ്സ് അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ, അവർക്ക് ആവശ്യമുള്ള ഡിസിഷന് എടുക്കാൻ വേണ്ടിയിട്ടുള്ള മോഡൽസും അതേപോലെ ഡാറ്റാസും ഡി എസ് എസിനോട് ചോദിക്കും. സിമ്പിൾ കമ്പ്യൂട്ടർ ലാംഗ്വേജ് ചോദിക്കും. അത് തിരിച്ചെന്ത് ചെയ്യുക അവർക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. ഇതാണ് ഡി എസ് എസിൻ്റെ 3 ഫങ്ഷൻസ് പറഞ്ഞിട്ടുള്ളത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. സാധാരണ രീതിയിൽ വലിയ ക്വസ്റ്റ്യൻസൊക്കെ ആയിട്ട് ചോദിക്കുന്ന എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പോർഷൻസ്ക്കാണ് നമ്മൾ പോകുന്നത്. അതാണ് ടൈപ്സ് ഓഫ് ഡി എസ് എസ്. ഡി എസ് എസിന് നമ്മൾ ഏകദേശം ഒരു 7-8 ടൈപ്സ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോഡൽ ഡ്രിവൺ ഡി എസ് എസ്. ആ പേര് തന്നെ ഉണ്ട്, മോഡൽ ഡ്രിവൺ ഡി എസ് എസ്. മോഡൽ ഡ്രിവൺ ഡി എസ് എസ് ആർ കോംപ്ലെക്സ് സിസ്റ്റം ദാറ്റ് ഹെൽപ്പ് അനലൈസ് ദ ഡിസിഷൻസ് ഓർ ചൂസ് ബിറ്റ്വീൻ ദ ഡിഫറെൻറ്റ് ഓപ്ഷൻസ്. ദിസ് ടൈപ്പ് ഓഫ് ഡി എസ് എസ് യൂട്ടിലൈസ് ദ മോഡൽസ് ഓഫ് ദ പ്ലാറ്റ്ഫോം വാട്ട് ഇഫ് or other kind of analysis. Here the decision makers use the statistical simulation or financial model to come up with a solution or strategy. വളരെ സിമ്പിളാണ്. നമ്മളിതുവരെ പറഞ്ഞിട്ടുള്ള ഡി എസ് എസിന് ഓൾറെഡി ഒരുപാട് മോഡൽസ് അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. അത് ക്രിയേറ്റ് ചെയ്യുന്നത് എന്താണെന്ന് സ്റ്റാറ്റിസ്റ്റിക്കലാവാം, അതല്ലെങ്കിൽ ഫൈനാൻഷ്യൽ മോഡൽസ് ആവാം. അവർക്ക് മാനേജേഴ്സിനെ ഡിസിഷൻ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട്, വളരെ എളുപ്പത്തിൽ എടുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടൈപ്പ് മോഡലാണ്. അതിനുള്ളിൽ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി ഡിസിഷൻസ് എടുക്കുന്നത് ഇതിൻ്റെ ഉള്ളിൽ അറേഞ്ച് ചെയ്തിട്ടുള്ള മോഡൽസിൻ്റെ ബേസിലേക്കാണ്. വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള മോഡൽസ് ഇതിൻ്റെ ഉള്ളിലുണ്ടാവും. എല്ലാ ടൈപ്പ് ഡിസിഷൻസ് എടുക്കാൻ സപ്പോർട്ട് ചെയ്തിട്ടുള്ള മോഡൽസും ഇതിൻ്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് തന്നെ മാനേജേഴ്സിന് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഡി എസ് എസ് ആണ് മോഡൽ ഡി എസ് എസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നെക്സ്റ്റ് ഡി എസ് എസ് ആണ് ഡേറ്റ ഡ്രിവൺ ഡി എസ് എസ്. നമുക്കറിയാം ഡാറ്റാബേസ് നമ്മൾ പറഞ്ഞു. ഇതിൻ്റെ മെയിൻ പ്രത്യേകത എന്താണെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് വായിച്ച് നോക്കിയാലും ഒന്നുകൂടി സ്പെസിഫിക്കലായിട്ട് മനസ്സിലാവും. അതിൻ്റെ ഷോർട്ടായിട്ടുള്ള കാര്യം പറഞ്ഞുതരാം. നമ്മൾ ഡി എസ് എസിൻ്റെ ഉള്ളിൽ ഒരുപാട് ഡാറ്റാസ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആ സ്റ്റോർ ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ഈ ഡാറ്റ ഡ്രിവൺ ഡി എസ് എസിൻ്റെ പ്രത്യേകത.
അതായത് ഒരുപാട് ഡാറ്റാസ് കിട്ടിക്കഴിഞ്ഞാൽ ആ ഡാറ്റ എല്ലാം സ്റ്റോർ ചെയ്ത് വെക്കുന്നതോടൊപ്പം തന്നെ അങ്ങനെ വെറുതെ സ്റ്റോർ ചെയ്ത് വെക്കല്ല, അത് വെൽ പാക്ഡായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കും. ഡേറ്റ് വൈസ് സീരിയൽ വൈസ് അറേഞ്ച് ചെയ്ത് വെക്കും. എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും യൂസർക്ക് വളരെ ക്വിക്കായിട്ട് അതിനോട് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ക്വിക്കായിട്ട് റെസ്പോൺസ് ആയിരിക്കും DSS കൊടുക്കുക. അപ്പോൾ ഈ മോഡലിൻ്റെ പ്രത്യേകത എന്താണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാട് ലാർജ് വോളിയൂം ഓഫ് ഡാറ്റ ഓർഗനൈസേഷൻ്റെ എല്ലാ ഡാറ്റയും സൂക്ഷിച്ച് വെക്കുക, അത് അനലൈസ് ചെയ്തിട്ട് നല്ല വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് കൊടുക്കുക. വായിച്ചു നോക്കിയാൽ മതി. മൂന്നാമത്തെ അത് ആ സെൻറ്റൻസ് തന്നെയാണ് അതിൽ വരുന്നത്. മൂന്നാമത്തെ DSS ആണ് കമ്മ്യൂണിക്കേഷൻ ഡ്രിവൺ DSS. കമ്മ്യൂണിക്കേഷൻ ഡ്രിവൺ DSS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസിഷൻ മേക്കിങ്ങിനെ ഹെൽപ്പ് ചെയ്യാൻ മാനേജേഴ്സാണല്ലോ ഡിസിഷൻസ് എടുക്കുക. അപ്പോൾ ഇവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മാനേജേഴ്സ് പലരും പല സ്ഥലങ്ങളിലായിരിക്കാം, പല ഡിപ്പാർട്ട്മെൻറ്റിൽ ഇരിക്കുന്നവരൊക്കെ ഇവരെ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഇവരെ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ഡിവൈസസ് ആണ് എന്ത് DSS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ഡ്രിവൺ DSS. അതിൽ മാനേജേഴ്സ് പരസ്പരം 2-3 സ്ഥലങ്ങളിലായിട്ട് ഇരിക്കുകയായിരിക്കും, വേറെ വേറെ ലൊക്കേഷനിലായിരിക്കും. ഇവരെ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതിൽ മെയിനായിട്ട് അവർ ഉപയോഗിക്കുന്നത് സപ്പോർട്ട് കോർഡിനേഷൻ ആൻഡ് കൊളാബറേഷൻ ബിറ്റ്വീൻ 2 or more people, facilitate information sharing, enable communication between the group of people. അതുപോലെ നാലാമത് സപ്പോർട്ട് ഗ്രൂപ്പ് ഡിസിഷൻസ്. വളരെ എളുപ്പത്തിൽ ഒരുപാട് വ്യത്യസ്ത സ്ഥലങ്ങളിൽ ഇരിക്കുന്ന മാനേജേഴ്സ്, ഇപ്പോൾ ഒരു മാനേജർക്ക് ഒറ്റയ്ക്ക് തീരുമാനങ്ങൾ എടുക്കാൻ കഴിയില്ല. ടോപ്പ് ലെവലിൽ മാനേജേഴ്സ് അല്ലെങ്കിൽ മിഡിൽ ലെവലിൽ നിന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർ ഒരേ ഡിപ്പാർട്ട്മെൻറ്റിലാവണമെന്നില്ല. വലിയ കമ്പനിക്കാണെന്നുണ്ടെങ്കിൽ വേറെ വേറെ സ്ഥലത്തായിരിക്കും. ഇവരെ തമ്മിൽ എനേബിൾ ചെയ്തിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു DSS ആണത് കമ്മ്യൂണിക്കേഷൻ ഡ്രിവൺ DSS. നാലാമത്തത് ഡോക്യുമെൻറ്റ്സ് ഡ്രിവൺ DSS. ഡോക്യുമെൻറ്റ്സ് ഡ്രിവൺ DSS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ കമ്പനിയിൽ നടക്കുന്ന ജസ്റ്റ് വായിച്ചു തരാം. ഡോക്യുമെൻറ്റ് ഡ്രിവൺ DSS ഈസ് ഫോക്കസ്ഡ് ഓൺ ദ റിട്രീവൽ ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് അൺസ്ട്രക്ചർഡ് ഡോക്യുമെൻറ്റ്സ്. സിമിലർ കമ്മ്യൂണിക്കേഷൻ DSS, ഇറ്റ് മിയർലി സെർവ്സ് ആസ് എ infrastructure. The purpose of such DSS search the web page and the documents on the specific sets of keywords and search terms. അതായത് നമുക്കറിയാം, ഇപ്പോൾ മൈക്രോസോഫ്റ്റ് വേർഡിലൊക്കെ ഉണ്ടാവും ഒരു ഫൈൻഡ് എന്നുള്ള വേർഡ്, ഒരുപാട് വലിയ ലെറ്ററിൻ്റെ ഉള്ളിൽ ഫൈൻഡ് എന്നുള്ള വാക്കുകൾ മാത്രം സെർച്ച് ചെയ്യാൻ ഒരു ഓപ്ഷൻ ഉണ്ട്. അതുപോലെ നമ്മളെ കമ്പനിയിൽ നടന്നിട്ടുള്ള ഒരേ രൂപത്തിലുള്ള ട്രാൻസാക്ഷൻ എല്ലാം ഡോക്യുമെൻറ്റ്സ് ആയിട്ട് ഇത് സൂക്ഷിച്ച് വെക്കും. വേറെ വേറെ ഡോക്യുമെൻറ്റിൻ്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിലും, ഫോർ എക്സാമ്പിൾ ഏതെങ്കിലും ABC എന്നുള്ള കമ്പനിയിൽ പർച്ചേസസ് മാത്രമാണ് തപ്പുന്നത്. ABC ജനുവരി മുതൽ മാർച്ച് വരെ അല്ലെങ്കിൽ ഡിസംബർ വരെ പർച്ചേസ് ചെയ്യുന്ന കമ്പനിയാണ്. അപ്പോൾ ഓരോ സമയത്ത് പല കമ്പനികളും നമ്മൾ കസ്റ്റമർ ആയതുകൊണ്ട് ABCൻ്റെ മാത്രം സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, എല്ലാ ഡോക്യുമെൻറ്റ്സിനും ഓരോ മാസത്തെ ഡോക്യുമെൻറ്റ്സും സെപ്പറേറ്റ് ആണെന്നുണ്ടെങ്കിൽ പോലും ABC നമുക്ക് എന്ത് ചെയ്യാം, ഈസിലി ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ DSSൻ്റെ പറയുന്ന പേരാണത് ഡോക്യുമെൻറ്റ്സ് ഡ്രിവൺ DSS. അടുത്ത DSS ആണ് നോളജ് ഡ്രിവൺ DSS. നോളജ് ഡ്രിവൺ DSS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാസ്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ്റെ ബേസിലും അതുപോലെ കഴിഞ്ഞ ഒരുപാട് സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ടാവും. അതായത് ഇതൊരു അറിവാണ് സത്യത്തിൽ, കഴിഞ്ഞു പോയ ഒരുപാട് ഡിസ്റ്റൻസിനെ പറ്റിയിട്ട് അതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ബേസിൽ പഠിച്ചിട്ട് നോളജ് ഡ്രിവൺ DSS central part of knowledge base. A knowledge driven DSS models use special rules stored in the computer or used for human to determine whether a decision should be made. For instance, in the many day traders, stop loss can be seen in the knowledge driven DSS. അതായത് മുൻകാലങ്ങളിൽ ചില ആൾക്കാർ ചെയ്ത കാര്യങ്ങളുണ്ടാവും, അതിനെ മനസ്സിലാക്കിയിട്ട് നമ്മൾ ഡിസിഷൻസ് എടുക്കാൻ വേണ്ടി സഹായിക്കുക. ഇതേപോലത്തെ സിമിലർ കേസസ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് പഠിച്ചിട്ട് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഓപ്ഷൻ തരാൻ DSS, അതിൻ്റെ ബേസിൽ നമ്മൾ ഡിസിഷൻസ് എടുക്കുക. നെക്സ്റ്റ് വരുന്നത് വെബ് ബേസ്ഡ് DSS. എനി DSS ക്യാൻ ബി വെബ് ബേസ്ഡ്. കാരണം ഓൺലൈനിൽ തപ്പിക്കഴിഞ്ഞാൽ എല്ലാം DSS നമുക്ക് എന്ത് ചെയ്യാൻ സെർച്ച് ചെയ്യാൻ പറ്റും. ദ ടേം സിംപ്ലി ഡിസ്ക്രൈബ്സ് എനി DSS സപ്പോർട്ട്സ് ഡിസ്റ്റൻസ് സപ്പോർട്ട് സിസ്റ്റം ദാറ്റ് ഈസ് ഓപ്പറേറ്റഡ് ത്രൂ ഔട്ട് ദ ഇൻ്റർഫേസ് ഓഫ് വെബ് ബ്രൗസർ. വെബ് ബ്രൗസർ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ DSSനെ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നമുക്ക് വേണ്ട ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് വെബ് ബേസ്ഡ് DSS. നെക്സ്റ്റ് വരുന്നത് പേഴ്സണൽ ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം.
പേഴ്സണൽ ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം മെയിനായിട്ട് ഉപയോഗിക്കുന്നത് എന്തിനാണെന്നുണ്ടെങ്കിൽ ചില എംപ്ലോയീസിന് അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽസിന് ഡേ ടു ഡേ വർക്ക് ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു DSS ആണെന്ത് പേഴ്സണൽ ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം. ആ DSS എന്താണെന്നുണ്ടെങ്കിൽ അവരെ ഓപ്പറേഷൻ അവരുടെ ഡെസ്ക്ടോപ്പിലാണ് വർക്ക് ചെയ്യുക. അവരെന്തൊക്കെ കാര്യങ്ങളാണ് ഒരു ദിവസം ചെയ്യേണ്ടതെന്നുള്ളതും അവരെ സിംഗിൾ മോഡ് ഓഫ് ഓപ്പറേഷൻ അവർ ചെയ്യുന്ന ഡാറ്റകളും കാര്യങ്ങളും മാത്രം അവരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു DSS ആണ് പേഴ്സണൽ ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം. നെക്സ്റ്റ് വരുന്നത് ഇൻ്റലിജൻറ്റ് ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു പേഴ്സണൽ സർവേ ചെയ്യുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഇതിനുള്ളിൽ ഒരുപാട് അപ്രോപ്രിയേറ്റ് മോഡൽസ് ഉണ്ടാവും. ഇൻ്റലിജൻ്റായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ മാനേജേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റമാണെന്ത് ഇൻ്റലിജൻറ്റ് ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം. എ പേഴ്സണൽ DSS ദാറ്റ് ഇൻക്ലൂഡ് എ സ്പെഷ്യൽ സെലക്ഷൻ ഓഫ് മൊഡ്യൂൾസ് ടു ദ ഹെൽപ്പ് the users to select the right models based on the type of problems being analyzed. It is called an intelligent DSS. ഒരു ഇൻ്റലിജൻറ്റ് DSS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനുള്ളിൽ ഓൾറെഡി പ്രീ പ്ലാൻഡ് ആയിട്ട് ഒരുപാട് നല്ല ഐഡിയപരമായിട്ടുള്ള ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള മോഡൽസ് ഉണ്ടാവും. അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഡിസിഷന് എടുക്കാൻ പറ്റും. ഇത്രയാണ് നമ്മളെ ഒരു DSS കൂടിയുണ്ട്. ദാറ്റ് മീൻസ് ഡെസ്ക്ടോപ്പ് DSS. എ ഡെസ്ക്ടോപ്പ് DSS are much smaller application designed to run for a desktop. ഒരു സിംഗിൾ PCക്ക് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്ത DSS ആണെന്ത് ഡെസ്ക്ടോപ്പ് DSS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. while this system may be linked into a database, data warehouse or a large volume of data, it is typically more limited scope. ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ ഒരു സിംഗിൾ സിസ്റ്റത്തിൽ മാത്രം അടങ്ങിയിട്ടുള്ള ഇത് ഒരു വലിയ സെർവറായിട്ട് ലിങ്ക് ആയിരിക്കാം. പക്ഷേ ഇതിന് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഒരു സിംഗിൾ PCക്ക് വളരെ റെയറായിട്ട് ഉപയോഗിക്കുന്ന ഒരു DSS ആണെന്ത് ഡെസ്ക്ടോപ്പ് DSS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ബെനിഫിറ്റ്സ് ഓഫ് DSS ആണ്. ഒരു 8 ബെനിഫിറ്റ്സ് ഉണ്ട്. ഒന്നാമത്തത് മാനേജേഴ്സിൻ്റെ സമയം സേവ് ചെയ്യും. ഇറ്റ് ഹെൽപ്സ് ഇൻ സേവിങ് ടൈം. കാരണം നമ്മളെ മുന്നിൽ ഒരുപാട് പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള മോഡൽസ് നമുക്ക് ഓൾറെഡി ഡിസിഷൻ മേക്കിങ്ങിന് തരുന്നുണ്ടെങ്കിൽ നമ്മളായിട്ട് പുതിയ മോഡൽസ് ഉണ്ടാക്കാൻ ആവശ്യമില്ല. ഓട്ടോമാറ്റിക്കലി അതെന്ത് ചെയ്യും നമ്മൾ ടൈം സേവ് ചെയ്യും. ഇമ്പ്രൂവ് എഫിഷ്യൻസി. ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഡിസിഷൻ മോഡൽസൊക്കെ നമ്മൾ മുന്നിൽ തന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ എഫിഷ്യൻസിയും നമ്മൾ നോളജ് ഡ്രീവൺ DSS ഒക്കെ നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഉള്ള എഫിഷ്യൻസി ഒന്നുകൂടി ഇമ്പ്രൂവ് ആവും. മൂന്നാമത്തെ ബൂസ്റ്റ് അപ്പ് ദ ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. അതായത് നമ്മളെ കമ്മ്യൂണിക്കേഷൻ ഡ്രിവൺ DSS വ്യക്തമായിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ നല്ല രീതിയിൽ നടക്കും. ഒരു വ്യക്തി മറ്റൊരു വ്യക്തിനോടുള്ള കമ്മ്യൂണിക്കേഷൻ, അതായത് നമ്മളെ മാനേജേഴ്സ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ നല്ല രീതിയിൽ നടക്കും. പിന്നെ അതേപോലെ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജസ്. നമുക്ക് ഇൻഫർമേഷൻ നമ്മളെ കയ്യിലുണ്ടെങ്കിൽ നമ്മളെ നോളജ് വർദ്ധിക്കും. നോളജ് വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഡിസിഷൻ എടുക്കാനുള്ള കപ്പാസിറ്റി കൂടും. നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മളെ കോമ്പറ്റേറ്റീവ്നെസ് വർദ്ധിപ്പിക്കും. അതേമാതിരി ഹെൽപ്പ് ടു റെഡ്യൂസ് കോസ്റ്റ്. ചില സമയത്ത് നല്ല ഡിസിഷൻസ് എടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മളെ കമ്പനീൻ്റെ പാഴ്ചെലവുകളൊക്കെ കുറക്കാൻ പറ്റും, റെഡ്യൂസ് കോസ്റ്റ് ചെയ്യാം. ഹൈ സാറ്റിസ്ഫാക്ഷൻ എമംഗ് ഡിസിഷൻ മേക്കേഴ്സ്. അവരെടുക്കുന്ന ഡിസിഷൻസ് വളരെ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. കാരണം വ്യക്തമായിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടിയിട്ടാണ് അവർ ഇത് എടുക്കുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവരുടെ സാറ്റിസ്ഫാക്ഷൻ എന്താവും, ആ ഡിസിഷൻസൊക്കെ ആപ്റ്റാവും. അതായത് കമ്പനിക്ക് ഏറ്റവും അനുയോജ്യമായ രീതിയിലായിരിക്കും അവരെടുക്കുന്ന ഡിസിഷൻസ്. അത് കമ്പനിയിൽ എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിസിഷൻ എടുക്കുന്ന ആൾക്കാർക്ക് എന്താണ് ഒരു ഹാപ്പിനെസ് കിട്ടും. അതേമാതിരി ഒരുപാട് പഠിക്കാൻ പറ്റും. ഒരുപാട് ഡിസിഷൻസും അതേമാതിരി ഡാറ്റാബേസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഒരുപാട് ഡിസിഷൻസ് എടുക്കുന്നതിൽ മാനേജേഴ്സിന് പഠിക്കാൻ പറ്റും. എൻഹാൻസ് ഓർഗനൈസേഷൻ കൺട്രോൾ. ഇത് ഉപയോഗിച്ചിട്ട് നമ്മളെ ഓർഗനൈസേഷൻ്റെ എൻറ്റയർ ഡിപ്പാർട്ട്മെൻറ്റിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാമെന്നുള്ള കാര്യങ്ങൾ മാനേജേഴ്സ് പഠിക്കും. ഇതിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. ഒന്ന് കമ്പ്യൂട്ടേഷണൽ പ്രോബ്ലംസ്. അതായത് മാൻ എന്നുള്ള ഹ്യൂമൻ എഫേർട്ട് മിക്കവാറും ഈ DSS എന്താണ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഡിസിഷനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടൂള് മാത്രമാണ് DSS. അല്ലാതെ ഒരിക്കലും എന്ത് ചെയ്യില്ല, ഡിസിഷൻ സ്വന്തമായിട്ട് എടുക്കില്ല. അപ്പോൾ എപ്പോഴും കമ്പ്യൂട്ടറുമായിട്ടുള്ള ആ ഒരു എന്താ പറയുക, സ്വന്തമായിട്ട് മനുഷ്യനെ പോലെ ചിന്തിക്കാനുള്ള കപ്പാസിറ്റി കമ്പ്യൂട്ടറുകൾക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഹ്യൂമൻ ഫാക്ടർ എന്നുള്ള സാധനം ഉണ്ടല്ലോ, അതില്ല. അതൊരു പ്രശ്നമാണ്. ലോ സ്പീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഡെസ്ക്ടോപ്പ് പോലത്തെ PCകളിൽ ഡെസ്ക്ടോപ്പ് പറഞ്ഞാൽ ഒരു പേഴ്സണ് മാത്രം നമ്മൾ ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ ബേസിലാണ് DSS വർക്ക് ചെയ്യുകയെന്നുണ്ടെങ്കിൽ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മറ്റ് DSSനായിട്ട് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചില സമയത്ത് ലോ സ്പീഡാണ്. അടുത്തത് ലിമിറ്റഡ് ടു ഇൻഡിവിജ്വൽ യൂസ്. ഇത് ചില അറിയുന്ന ആൾക്കാർക്ക് മാത്രം, അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കുന്നത് മാനേജേഴ്സ് മാത്രമാണ്. അതിന് പുറത്തുള്ള എല്ലാ കമ്പനിയിലെ എല്ലാ എംപ്ലോയീസും ഒരുപോലെ ഉപയോഗിക്കുന്നില്ല. ഇവർ ഡിസിഷൻ എടുക്കുന്നത് അവർ മാത്രമാണ്. അതുകൊണ്ട് തന്നെയാണ് എന്ത് ചെയ്യുക, ഓരോ ഇൻഡിവിജ്വൽസിന് ആക്സസ് ചെയ്യുന്നതിൽ ലിമിറ്റ് കൊടുത്തിട്ടുണ്ടാവും.
അതിൻ്റെ ബേസിലായിരിക്കും അവരെന്ത് ചെയ്യുന്നത് അവർ ഈ ഡിസ്റ്റൻസ് സപ്പോർട്ട് സിസ്റ്റം എടുക്കുന്നത്. ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്. അപ്പോൾ താങ്ക് യു വെരി മച്ച്.